Hey guys, welcome back. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് OnePlus Budsന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേസ് അല്ലെങ്കിൽ OnePlus Buds വരുന്ന കേസ് അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കുള്ളൊരു കേസിലാണ്. കാരണം നല്ലൊരു പാക്കേജിങ് കാര്യങ്ങളും അവർ നൽകിയിട്ടുണ്ട്. എപ്പോഴത്തേയും പോലെയുള്ള OnePlusന്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ കളറിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കാം. അപ്പം ഇതാദ്യമേ തന്നെ തുറക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് OnePlusന്റെ ബഡ്സ് തന്നെയാണ്. OnePlus Buds കേസ് ഉണ്ട്. പിന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കേസും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി മാനുവലും പിന്നെ ഒരു യൂസർ മാനുവലും അതുകൂടാതെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും വരുന്നുണ്ട്. നമുക്കിനി നമ്മുടെ മെയിൻ കമ്പോണൻറ്റിലേക്ക് തന്നെ വരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus Buds. ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് എന്ന് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കയ്യിൽ പിടിക്കാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഒരു നല്ല കളറായിട്ടാണ് ഈ കളർ ഓർഡർ ചെയ്തത്. പിന്നെ ഇത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നല്ല ഫിറ്റ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ OnePlusന്റെ ബഡ്സും ഇരിപ്പുണ്ട്. ഇതിൻ്റെ ബിൽഡിനെ പറ്റി പറയാനാണെങ്കിൽ ഫുള്ളി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിൽഡാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇയർ സൈസ് ആയിരിക്കും നമ്മുടെ ഇയർ ബഡ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചെവിയിൽ നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ആവണമെന്നില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിറ്റ് ആവുന്നുണ്ട്. ചെറിയ മോഷൻ അനക്കമൊക്കെ വരുമ്പം വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അത് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ ചിലർക്ക് നല്ല മോഷൻ അല്ലെങ്കിൽ ജോഗിങ് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പം ചെറിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പം ഞാൻ ഇത്ര നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്ന മീയുടെ 500 റുപ്പീസിൻ്റെ ഇയർഫോൺസ് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം ഒരു അടിപൊളി ഇയർബഡ്സ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി ഇയർഫോൺസ് യൂസ് ചെയ്യുന്നത് ഗെയിം കളിക്കാനൊക്കെയാണ്, പബ്ജി കളിക്കാനും വേറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം നമ്മുടെ OnePlusന്റെ ബഡ്സ് ആകുമ്പം അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി, മറ്റേതിനേക്കാളൊക്കെ ഇരട്ടി സൗണ്ട് ക്വാളിറ്റി നൽകുന്നുണ്ട്. നമുക്കുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മ്യൂസിക്കിലുള്ള ഡിഫറൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി നമുക്ക് നമ്മുടെ OnePlus ബഡ്സിൽ ഇച്ചിരി കൂടെ കിട്ടുന്നുണ്ട്. ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റൻസിക്ക് ഒരു ചെറിയ സീൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഗെയിം കളിക്കുമ്പോഴല്ല, നമ്മളല്ലാതെ നോക്കുമ്പം നമ്മൾ ഒരു പാട്ടൊക്കെ പോസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ തന്നെ പോസ് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ഒരു 0.5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് പോസ് ആവുക. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ സൗണ്ടിൻ്റെ കാര്യങ്ങളിലോ അതുപോലത്തെ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇല്ല. അടിപൊളി സൗണ്ടാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി. അപ്പം ഇതിൻ്റെ ബാറ്ററി നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സ് വെച്ച് നോക്കുകയാണെങ്കിലും അത്യാവശ്യം അതിനേക്കാളൊക്കെ കുറേ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി നമ്മുടെ OnePlus Buds ഓഫർ ചെയ്യുന്നുണ്ട്. ഫുൾ ചാർജിന് 7 hours അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് അല്ലാതെ ഇത് കേസ് മൊത്തം കൂടെ ചാർജ് ആവുകയാണെങ്കിൽ മൊത്തം കൂടെ 30 hours ചാർജ് നിൽക്കുന്നു. ആപ്പിളിൻ്റെ എയർപോഡ്സ് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു 5 hours സംതിങ്ങേ ഉള്ളൂ നമ്മുടെ ബഡ്സ് ചാർജ് ചെയ്യുമ്പം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ വാട്ടർ റെസിസ്റ്റൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും നമ്മുടെ OnePlus Buds IPX4 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ സ്വെറ്റൊന്നും വലിയ സീൻ ആവുകയല്ല. എയർപോഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലങ്ങനെ റെസിസ്റ്റൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫൈനലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ടച്ച് കൺട്രോൾസും കാര്യങ്ങളും ചെറിയൊരു പ്രശ്നം ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിൾ യൂസർ ഒരു OnePlusന്റെ ബഡ്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് മാത്രമേ നമുക്കിതിൽ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡ് പ്രൊമോട്ടിംഗ് എന്ന് വേണേൽ പറയാം. കാരണം OnePlusന്റെ ഫോൺ അല്ലെങ്കിൽ OnePlus 6ന് മുകളിലോട്ടുള്ള ഫോൺസ് മേടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇതിനകത്ത് ടച്ച് കൺട്രോൾസ് കുറച്ചുകൂടെ ഇൻറ്റിഗ്രേറ്റ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് സാധാരണ ഫോൺസിലാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇപ്പം OnePlus ബഡ്സിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പാട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഒരു കോൾ ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കോൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾ അല്ല ഹാങ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസേ വരുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ OnePlus യൂസേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ OnePlus ഫോൺ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ കൺട്രോൾസ് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓരോ ഇയർബഡ്സിലും ടച്ച് ഓരോ ഫംഗ്ഷനായിട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വെക്ക് ചെയ്യാനും അതുപോലത്തെ ഓപ്ഷൻസിലെല്ലാം തന്നെ ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ OnePlus യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് അത്രയും കൂടുതൽ കുറേ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ അതായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്, നമ്മുടെ ഇയർബഡ്സിന് ഫ്യൂച്ചറായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ അത് നമ്മുടെ OnePlus യൂസേഴ്സ് അല്ലെങ്കിൽ OnePlus ഫോണിലുള്ള സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ കേട്ടു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ OnePlus ഫോൺ 6ന് മുകളിലോട്ടുള്ള ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിലേ ആയിരിക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യുക. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ OnePlus ബഡ്സിൻ്റെ മെയിൻ കാര്യങ്ങളും പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.